പൊളിറ്റിക്സ് കേരള പ്രേക്ഷകർക്ക് സ്വാഗതം. ഇറാൻ ഇസ്രായേൽ തമ്മിലുള്ള പ്രശ്നം ഇന്ന് ലോകമാകെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ആ വിഷയത്തിലേക്കാണ് ഇന്ന് പൊളിറ്റിക്സ് കേരള നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ തലവനായിട്ടുള്ള ഇസ്മായിൽ ഖനി ഇറാനിൽ വധിക്കപ്പെട്ടതോടുകൂടി ഇസ്രായേലിന്റെ ശനിദശ തന്നെ തുടങ്ങി എന്ന് തന്നെ പറയാം. കാരണം ലോകരാഷ്ട്ര സംഘടനകളൊക്കെ തന്നെ ഇറാനെ അനുകൂലിച്ചുകൊണ്ടാണ് രംഗത്തെത്തിയിട്ടുള്ളത്. ഇസ്രായേൽ ഇറാനിന്റെ ആഭ്യന്തര വിഷയങ്ങളിലേക്ക് അനധികൃതമായി ഇടപെടുന്നു എന്നുള്ളതാണ് ലോകരാഷ്ട്ര സംഘടനകളുടെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇസ്രായേൽ അനുകൂലികൾ പറയുന്നത് ഇറാനെ നിമിഷ നേരം കൊണ്ട് ഭസ്മമാക്കാനുള്ള കഴിവ് ഇസ്രായേലിന് ഉണ്ട് എന്നതാണ്. എങ്കിലും ആ വാദഗതിയോട് എത്രത്തോളം ഫലപ്രാപ്തിയിലെത്തുമെന്ന് നിർവചിക്കാൻ കൂടി കഴിയുന്നില്ല എന്നതാണ് സത്യം. കാരണം ഇസ്രായേൽ ഹമാസിനെതിരെ ആക്രമണം തുടങ്ങിയിട്ട് ഇതുവരെയും ഒരിടത്തും എത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ള കാര്യം. എന്നാൽ ഹിസ്ബുള്ള രക്ഷപ്പെട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞു പോകാൻ മാത്രമേ നമുക്ക് സാധിക്കുന്നുള്ളൂ എന്നതും സത്യമായ കാര്യമാണ്. ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ ഇപ്പോഴും ഇസ്രായേലിനുള്ളിലേക്ക് ശക്തമായ ആക്രമണങ്ങൾ നടക്കുന്നു എന്നത് വസ്തുതയാണ്. ഇവിടെ ഇസ്രായേലിന്റെ ആയുധബലത്തെയോ അവരുടെ ചാരസംഘടനയായ മുസാദിനെയോ ആരും കുറച്ചു കാണുന്നില്ല. എങ്കിൽ പോലും അവിടെയും ഒരു സംശയം നേടിച്ചു നിൽക്കുന്നുണ്ട്. ഗാസയിലെ ജനത ഇസ്രായേലിനെ ഭയന്ന് പലായനം ചെയ്യുന്നത് പോലെ തന്നെ ഇസ്രായേലിന്റെ വടക്കൻ ഭാഗത്തുള്ള ജൂത ക്രൈസ്തവ ജനത വസിക്കുന്ന ഏകദേശം 3000-ത്തിൽ അധികം വരുന്ന കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് നിന്നും ആ ജനതയെ മറ്റ് ഭാഗങ്ങളിലേക്ക് സുരക്ഷിതമായി എത്തിക്കുന്നതിനുള്ള ഒരു ചുമതല കൂടി ഇസ്രായേൽ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് റിപ്പോർട്ടുകൾ കാണിക്കുമ്പോൾ അവിടെ നമ്മൾ ഇറാൻ അനുഭവിച്ചതിന്റെ ആ ദുരന്ത ഫലങ്ങൾ ഇസ്രായേലും അനുഭവിക്കുന്നുണ്ട് എന്നത് കുറച്ച് കാണുന്നതിന് സാധിക്കുന്നില്ല. ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ഈ ഒരു വിഷയത്തോടു കൂടി നമ്മുടെ ഇസ്രായേൽ മറ്റൊരു ദുരന്ത മുഖം കൂടി കണ്ടെത്തിയിരിക്കുകയാണ്. കാരണം ഇവിടെ 57 അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയായ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ എന്ന് പറയുന്ന സംഘടന ഇസ്രായേലിന് എതിരെയാണ് ആഞ്ഞടിച്ചിരിക്കുന്നത്. ഇറാന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഭാഗങ്ങളാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതെന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത്. അതുപോലെ തന്നെ ആ സംഘടനയ്ക്കുള്ളിൽ നടക്കുന്ന ചർച്ചയിൽ ഇസ്രായേലിന് ഇന്ധനങ്ങൾ നൽകുന്ന അറബ് രാഷ്ട്രങ്ങൾ ആ ഇന്ധനങ്ങൾ നൽകുന്നത് തടയണം എന്നുകൂടി ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇസ്രായേലിന് അറബ് രാഷ്ട്രങ്ങളുമായിട്ട് ഒരു നല്ല ബന്ധം സ്ഥാപിക്കുന്നതിന് ആഗ്രഹിക്കുന്നു എന്നുള്ളത് കുറച്ചു കാലങ്ങൾക്ക് മുന്നേ തന്നെ നമ്മൾ വാർത്തകൾ കണ്ടതാണ്. സൗദി അറേബ്യയുമായിട്ട് മാനസികമായി അനാരോഗ്യകരമായിട്ടൊരു ബന്ധമായിരുന്നു ഇസ്രായേലിന് ഉണ്ടായിരുന്നതെങ്കിലും ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ സൗദി അറേബ്യയുമായിട്ട് ആരോഗ്യകരമായിട്ടുള്ളൊരു ബന്ധത്തിലേക്ക് പോകണമെന്ന് ഇസ്രായേൽ ആഗ്രഹിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഈ യുദ്ധം തുടങ്ങുന്നതിന് മുന്നായിരുന്നു. ഇപ്പൊ തന്നെ നമുക്കറിയാം, ഇസ്രായേലിന് യുദ്ധം ചെയ്യുന്നതിന് ആവശ്യമായി വരുന്ന ഇന്ധനങ്ങൾ നൽകണമെങ്കിൽ അത് അറബ് രാജ്യങ്ങൾ ഇടപെടണം. അപ്പൊ അറബ് രാജ്യങ്ങൾ ഇന്ധനങ്ങൾ നൽകരുത് എന്ന് സംഘടന ചർച്ച ചെയ്തിരിക്കുന്ന ഈ അവസരത്തിൽ ഇസ്രായേൽ കടന്നുകൂടേണ്ട കടമ്പ ഒരു വലിയ ഒരു കടമ്പ തന്നെയാണെന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയനുകൾ സാമ്പത്തികമായി തകർന്നുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ
ഇസ്രായേലിന് ഇന്ധനത്തിനും വ്യാവസായിക മേഖലയ്ക്കും അറബ് രാഷ്ട്രങ്ങളെ ആശ്രയിക്കേണ്ടത് അത്യാവശ്യമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു അവസരത്തിലാണ് ഇസ്രായേലിനെതിരെ ഈ 57 അറബ് രാഷ്ട്രങ്ങൾ അടങ്ങുന്ന സംഘടന തിരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ അവസരത്തിൽ എന്ത് ചെയ്യും ഇസ്രായേൽ എന്നുള്ളതാണ് നമ്മൾ ലോകരാഷ്ട്രങ്ങളടക്കം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന അടുത്ത പ്രതിസന്ധി ഘട്ടം.